ഇന്ന് പുതിയൊരു സൈസ് രസമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതൊന്ന് വെച്ച് നോക്കുക. ഉറപ്പായിട്ട് 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മക്കൾക്കൊക്കെ അടിപൊളിയായിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ഇത് കൂടുതലല്ല വെളിച്ചെണ്ണ കേട്ടോ, പതഞ്ഞ് വരുന്നത് നല്ല വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ്. ഈ ഇട്ടിട്ട് കുറച്ച് ഉലുവയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ തന്നെ. ഉലുവ പൊടിയല്ല, ഞാൻ ഉലുവ അതിനകത്തോട്ട് ഇട്ട് മൂപ്പിച്ചിട്ട് 2 വറ്റൽ മുളക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ ആദ്യം ചെയ്ത് നോക്കി ഉറപ്പ് വരുത്തിയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരുന്നത്. അതാ ഞാൻ ഇത്ര ഉറപ്പ് പറയുന്നത്. കൂട്ടത്തില് ഇഞ്ചി, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇത്രയും സാധനം ഞാൻ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോ ആദ്യമേ എടുക്കാൻ ഞാൻ മറന്നുപോയേ, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. കൊച്ചുള്ളി ഒരു 7-8 എണ്ണം, ഒരു ശകലം ഇഞ്ചി, ഒരു 7-8 പൊത്ത് വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളും കൂടെ കല്ലി ചതക്കിയേ ഇടികല്ലിലാക്കിയേ ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. ഈ ബ്രൗൺ നിറമാവുന്നിടം വരെ. പുളി പിഴിഞ്ഞ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ സിമ്മിലിട്ടിട്ട് മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ മതി കേട്ടോ. ഈ സിമ്മിലിടാൻ പറഞ്ഞത് ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ടായതുകൊണ്ട് കരിഞ്ഞു പോവും. അപ്പം 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് ഞാൻ നിർത്തി പറയുന്നത് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാ. ഈ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും വീട്ടിലൊക്കെ ഈ ഒഴിച്ചുകറി വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ കുരുമുളക് ഞാൻ ഇടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, പൊടിയല്ല, കുരുമുളകായിട്ട് തന്നെ എടുത്ത് ഞാൻ കല്ലി ചതച്ചെടുത്തതാ. അത് ഒരു പിടി എരിവിന്റെ അനുസരിച്ച്. അതും കൂടെ മൂത്ത് കഴിഞ്ഞിട്ട് ഒരു തക്കാളിപ്പഴം ഞാൻ കട്ട് ചെയ്തിട്ട് കറിവേപ്പിലയും കൂടിട്ട് അതും ഇതിന്റെ കൂട്ടത്തിലിട്ട് ഇളക്കുന്നുണ്ട്. എന്നിട്ട് ഈ പുളി പിഴിഞ്ഞ് വെച്ചേക്കുന്ന വെള്ളം നന്നായിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വെട്ടി തിളക്കുന്നിടം വരെ ഇരിക്കണേ. അപ്പൊ ഈ തക്കാളിപ്പഴം വയണ്ടങ്ങ് ഉടയൊന്നും വേണ്ട, ഒന്ന് വയണ്ടാ മതി. ഈ പുളി തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് കായപ്പൊടി, ഇത് ഇട്ടത് കായപ്പൊടിയാണ്. പിന്നെ ഉപ്പ് പിന്നെ അവനവന്റെ ആവശ്യത്തിന് പുളിയുടെ ഇതനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു. നല്ല നല്ല പിള്ളേർക്കൊക്കെ നന്നായി ചുമ്മാ ഞാൻ ചോറിന്റെ കൂടെ വെറുതെ ഒഴിച്ചും ഇത് കഴിച്ചു കേട്ടോ. അത്ര ടേസ്റ്റാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. പിന്നെ അവസാനം ഞാൻ തിളച്ച് കഴിയുമ്പോൾ ഒരു പിടി മല്ലിയില ഇടുന്നുണ്ട്. അപ്പൊ ഒരു പ്രത്യേക മണമാണല്ലോ. ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണേ.